നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഓരോ മണ്ഡലത്തിലും ആരൊക്കെ വിജയിക്കും, ആരൊക്കെ പരാജയപ്പെടും എന്നത് സംബന്ധിച്ച കണക്കുകൂട്ടലുകളിൽ ആണ് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്ന് നമുക്കറിയാം. ഓരോ ജില്ലയും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അവർക്ക് ഓരോ ജില്ലയിലും എത്ര മണ്ഡലങ്ങളിൽ വിജയിക്കാൻ സാധിക്കും, എത്ര സിറ്റിംഗ് മണ്ഡലങ്ങൾ ആണ് ഉള്ളത്, അതിൽ ഏതൊക്കെ കൈവിട്ടു പോകും എന്നതാണ് നിർണായകമാകാൻ പോകുന്നത്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കാസർകോട്ടെ ചിത്രമാണ്. കാസർകോട്ട് 3 മുന്നണികൾ, ഇടത് വലത് മുന്നണികൾക്ക് ഒപ്പം NDAയും എങ്ങനെയാണ് മണ്ഡലങ്ങളിലെ പ്രകടനങ്ങളെ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് മഞ്ചേശ്വരം നമുക്കറിയാം കാലങ്ങളായി NDAക്ക് വലിയ സ്വാധീനമുള്ള 2ാം സ്ഥാനത്ത് എത്തുന്ന മണ്ഡലം കൂടിയാണ്. അതുകൊണ്ടാണ് കാസർകോട്ടെ കണക്കുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ NDAയെ കൂടി വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ചിത്രം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയേണ്ടതായി വരുന്നത്. എന്തു തന്നെയാണെങ്കിലും ആദ്യം നമ്മൾ നിരീക്ഷിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ എപ്രകാരം എന്നുള്ളതാണ്. നിലവിൽ ഇടതുപക്ഷം എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ കാസർകോട്ടെ സിറ്റിംഗ് സീറ്റുകളിൽ കടുത്ത മത്സരം ആണ് ഉണ്ടായത് എന്നതാണ് പൊതുവെ CPIMന്റെ വിലയിരുത്തൽ. എന്നാൽ തൃക്കരിപ്പൂരിൽ 4900 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകും എന്നതാണ് മണ്ഡലം കമ്മിറ്റിയുടെ കണക്ക് എന്നതാണ് എടുത്തു പറയേണ്ടത്. ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായി എന്ന വിലയിരുത്തലും പാർട്ടിക്കുണ്ട് എന്നതുകൂടി ചേർത്ത് വെക്കേണ്ടതാണ്. ഉദുമയിൽ പക്ഷേ 1500 വോട്ടിന് പിന്നിൽ പോയേക്കും എന്നതാണ് പാർട്ടിയുടെ നിലവിലെ വിലയിരുത്തൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാസർഗോഡ് ഷാനവാസ് പാദൂർ 40,000-ൽ അധികം വോട്ട് നേടും എന്നും, മഞ്ചേശ്വരത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മഞ്ചേശ്വരം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന അവിടെ വലതുമുന്നണിയും NDAയും തമ്മിൽ ആണ് പോരാട്ടം നടക്കുന്നത്. അവിടെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകളിൽ ചോർച്ചയുണ്ടാകില്ല എന്നതാണ്. മഞ്ചേശ്വരത്ത് പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ ഉണ്ടാകും, അങ്ങനെ വോട്ട് നില ഉയർത്താൻ സാധിക്കും എന്ന നിലയിലുള്ള കണക്കുകൾ ആണ് അവരുടേതായി പുറത്തു വന്നിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത് ഇതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തരമായ കണക്കുകൾ ആണ്. പാർട്ടി നേതാക്കളോടോ പ്രതിനിധികളോടോ ഒക്കെ ചോദിച്ചാൽ ഇതവർ തള്ളിക്കളയുകയും ചെയ്യും. നമുക്ക് ആദ്യം ഈ ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ എന്ത് എന്നത് സംബന്ധിച്ച് KV ബൈജു ആണ് ഇപ്പോൾ ചേരുന്നത്. അതിനുശേഷം പിന്നീട് ഒപ്പം UDFന്റെയും അതോടൊപ്പം തന്നെ NDAയുടെയും കണക്കുകൂട്ടലുകൾ എപ്രകാരം എന്നതുകൂടി ബൈജുവിനോട് ചോദിച്ചറിയാം. ആദ്യം ബൈജു, നമുക്ക് LDFന്റെ കണക്കുകൂട്ടലുകൾ എങ്ങനെ, LDF മണ്ഡലത്തിൽ ഇത്തവണ മഞ്ചേശ്വരത്ത് അടക്കം വോട്ട് കുറയില്ല എന്ന് പറയുമ്പോൾ കാസർഗോഡ് എന്ത് സംഭവിക്കും, കാസർഗോട്ടെ മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നാണ് കണക്കാക്കുന്നത്? അഭിലാഷ്, മണ്ഡലം കമ്മിറ്റികളുടെ ഉറച്ച വോട്ടുകളുടെ കണക്കാണ് CPIMന്റെ ഈ തരത്തിലുള്ളത്. അതായത് CPIM സിറ്റിംഗ് സീറ്റുകൾ, അതായത് തൃക്കരിപ്പൂറും ഉദുമയിലുമാണ്. ഈ 2 മണ്ഡലങ്ങളിലും കടുത്ത മത്സരം നടന്നു എന്നാണ് ഈ മണ്ഡലം കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുള്ളത്. അതിൽ തൃക്കരിപ്പൂർ എടുത്തു പറയേണ്ടതാണ്. തൃക്കരിപ്പൂരിനെ സംബന്ധിച്ച് സന്ദീപ് വാര്യരുടെ വരവോടുകൂടിയാണ് ഒരു കടുത്ത മത്സരത്തിന്റെ പ്രതീതി അവിടെ ഉണ്ടായത് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ CPM ഈ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ സന്ദീപ് വാര്യർക്ക് പിന്തുണ നൽകുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മൾ കണ്ടത്. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ CPMന്റെ റിപ്പോർട്ടുമുള്ളത്, മണ്ഡലം കമ്മിറ്റിയുടെ റിപ്പോർട്ടുമുള്ളത്. ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ ഏകീകരണം ഉണ്ടായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ഭൂരിപക്ഷം കുറയും. നേരത്തെ 25,000-ന് മുകളിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം 5,000-ന് താഴേക്ക് എത്തുമെന്ന ഒരു കണക്കാണ് മണ്ഡലം കമ്മിറ്റി നൽകിയിരിക്കുന്നത്. അത് ഉറച്ച വോട്ടുകളിലുള്ള കണക്കാണ് ഇത് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു ഏറ്റവും കടുത്ത മത്സരം നടന്ന മണ്ഡലമാണ് ഉദുമ. CPIMനെ സംബന്ധിച്ചിടത്തോളം 35 വർഷമായി കുത്തക മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഭൂരിപക്ഷത്തിൽ 1500 വോട്ടുകളുടെ ഉറച്ച വോട്ടുകളിൽ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഉദുമയിൽ വിജയിക്കാനാകും, ഭൂരിപക്ഷത്തിൽ 1500 വോട്ടുകളുടെ പിന്നിലാകും എന്നാണ് ആ കണക്കുകളിൽ വ്യക്തമാക്കുന്നത്. മറ്റൊരു മത്സരം, ഗ്ലാമർ മത്സരം നടക്കുന്ന മഞ്ചേശ്വരം തന്നെയാണ്. അവിടെ പലപ്പോഴും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം, CPIMനെ സംബന്ധിച്ചിടത്തോളം BJPയെ തോൽപ്പിക്കാൻ UDFന് വോട്ടുകൾ മറിച്ചു കൊടുക്കുന്നു എന്ന് വലിയ ആക്ഷേപം നേരിടുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇത്തവണ വോട്ടുകൾ ചോർച്ച ഉണ്ടായിട്ടില്ല എന്നൊരു വിലയിരുത്തലാണ് CPIMനുള്ളത്. അപ്പോഴും ഒരു ചോദ്യം വരുന്നുണ്ട്, അങ്ങനെ CPIMൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ അതാർക്കാണ് ഗുണം ചെയ്യുക, ആർക്കാണ് ദോഷം ചെയ്യുക എന്ന് വളരെ വ്യക്തമാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും BJPയെ പരാജയപ്പെടുത്താൻ CPIMന്റെ വോട്ടുകൾ ഉൾപ്പെടെ അവർക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. മറ്റൊരു മത്സരം നടക്കുന്നത് കാസർഗോഡ് സമാനമാണ്. BJP വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന 2ാം സ്ഥാനത്തുള്ള മണ്ഡലമാണ് കാസർഗോഡും. ML അശ്വനി BJPയുടെ ജില്ലാ അധ്യക്ഷ കാസർഗോഡ് ജില്ലയിലെ ഏക വനിതാ സ്ഥാനാർത്ഥി മത്സരിച്ച മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഷാനവാസ് പാദൂർ എന്ന LDF സഹോദരനിലൂടെ
വോട്ടുകൾ കൂട്ടാനാവും, അതായത് 40,000-ന് മുകളിൽ വോട്ടുകൾ നേടാനാകുമെന്നാണ് പറയുന്നത്. അതും വളരെ ശ്രദ്ധേയമാണ്. കാരണം മഞ്ചേശ്വരത്തിന് സമാനമാണ്. പലപ്പോഴും UDF-നാണ് വോട്ടുകൾ, കാസർകോട്ടെ വോട്ടുകൾ പോകാറുള്ളത്. BJP വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ UDF-ന് വോട്ടുകൾ, CPM-ന് വോട്ടുകൾ പോവുകയും CPM മൂന്നാം സ്ഥാനത്ത്, എല്ലാ തവണയും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ്. അങ്ങനെ CPM-നെ സംബന്ധിച്ചിടത്തോളമുള്ള കണക്കുകൾ ഇതാണ്. ഏതായാലും കാഞ്ഞങ്ങാട് മണ്ഡലമാണ് LDF-ന്റെ സുരക്ഷിത മണ്ഡലം. അവിടെ പൂർണ്ണമായി വിജയിക്കാനാകും, ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടലാണുള്ളത്. UDF ക്യാമ്പാകട്ടെ അവിടെ ഈ ജോസഫ് വിഭാഗത്തിലൂടെ നില മെച്ചപ്പെടുത്താനാകുമെന്ന ഒരു വിലയിരുത്തൽ മാത്രമാണ് അവർ ഉള്ളത്. തീർച്ചയായും ഈ സൂചിപ്പിക്കുന്ന പോലെ ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ ഇപ്രകാരമാണ് പങ്കുവെക്കുന്നത് എങ്കിൽ തീർച്ചയായും UDF-ന്റെ പ്രതീക്ഷ ആ ഡേറ്റ കൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവെച്ച ശേഷം ഞാൻ തിരികെ എത്താം. അതായത് UDF-നെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് വലിയ ആത്മവിശ്വാസമാണ് പുലർത്തുന്നത്. 4 സീറ്റുകളിലാണ് മേൽക്കൈ. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, തൃക്കരിപ്പൂർ എന്നിങ്ങനെ 4 മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിക്കുകയാണ്. ഉദുമയിൽ 3000 വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ളതാണ്. തൃക്കരിപ്പൂരിൽ അത് 8000 എന്ന നിലയിലേക്ക് എത്തും എന്നതാണ്. ഇത്തരത്തിൽ വളരെ കൃത്യമായി 4 സീറ്റുകളിൽ വിജയം ഉറപ്പിക്കുകയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. മഞ്ചേശ്വരം ഒരു കാരണവശാലും NDAക്ക് ലഭിക്കില്ല എന്നതുകൂടിയാണ് അവരുടെ പ്രതീക്ഷ. നിലവിൽ ലീഗിൻ്റേതാണ്. തൃക്കരിപ്പൂരിൽ 8000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കും എന്ന് പറയുമ്പോൾ കാഞ്ഞങ്ങാട് ജോസഫ് വിഭാഗം നിർണായകമായി മുന്നേറ്റം നടത്തും എന്ന ഒരു നിരീക്ഷണം കൂടിയുണ്ട്. തീർച്ചയായും അവിടെ ബൈജു, UDF-നെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇത്തവണ ഭരണത്തിലേക്ക് തിരികെ എത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലകളിലെയും മുന്നേറ്റം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സീറ്റുകൾ നിലനിർത്തുക എന്നതും പ്രധാനപ്പെട്ടതാണ്. അവിടെയാണല്ലോ ഇഞ്ചോടിഞ്ച് ഫൈറ്റൊക്കെ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും വിജയം ഉറപ്പ് എന്ന നിലയിലേക്ക് UDF കണക്ക് കൂട്ടുന്നത്. അതെ അഭിലാഷ്, UDF-നെയും LDF-നെയും സംബന്ധിച്ചിടത്തോളം ഓരോ സീറ്റുകളും വളരെ നിർണായകമാണ്. കാരണം ഇത്തവണ ഏത് രീതിയിലാണ് മൊത്തത്തിലുള്ള ഒരു സീറ്റിന്റെ കണക്കെന്നത് പ്രവചനാതീതമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സീറ്റും വിലപ്പെട്ടതാണ്. UDF-ലേക്ക് വന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ലയിൽ നിലവിൽ സീറ്റുകളില്ല, കഴിഞ്ഞ കുറെ നാളുകളായി. അത് ഇത്തവണ ഉദുമയിൽ ലഭിക്കുമെന്ന ഒരു കണക്കൂട്ടലാണുള്ളത്. അതോടൊപ്പം സന്ദീപ് വാര്യറിലൂടെ തൃക്കരിപ്പൂരിലും വിജയിക്കാനാവും. 8000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. അത് പ്രചരണത്തിലൊക്കെ വലിയ തോതിൽ മുൻപന്തിയിലായിരുന്നു തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ എത്തിയതോടുകൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ പിന്തുണ നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണക്കുകൂട്ടിയാണ് ഇത്തരത്തിൽ തൃക്കരിപ്പൂരിൽ വലിയ വിജയം ഉണ്ടാകാൻ കഴിയും, അട്ടിമറി വിജയം തൃക്കരിപ്പൂരിൽ ഉണ്ടാകുമെന്ന് UDF കണക്കൂട്ടുന്നത്. അതോടൊപ്പം ലക്ഷ്യ ക്യാമ്പിൽ ഉൾപ്പെടെ ഉദുമ മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കാനാകും. അതായത് 3.5 പതിറ്റാണ്ട് കാലത്തെ ഇടത് കുത്തക മണ്ഡലമാണ്. ആ മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കാനാകും എന്ന ഒരു പ്രതീക്ഷ ഈ ലക്ഷ്യ ക്യാമ്പിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ ഒരു മണ്ഡലം ഇത്തവണ നീലകണ്ഠനിലൂടെ, K നീലകണ്ഠൻ എന്ന് പറയുന്ന അദ്ദേഹത്തിലൂടെ UDF-ന് പിടിച്ചെടുക്കാനാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. വളരെ വാശിയേറിയ മത്സരം നടന്ന മഞ്ചേശ്വരവും കാസർഗോഡും വന്നാൽ കാസർഗോഡ് ജില്ലാ അധ്യക്ഷൻ, മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ കല്ലട്ര മായിനാജി മത്സരിച്ച മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഭൂരിപക്ഷം അല്പം കുറയുമെങ്കിലും അദ്ദേഹത്തിന് വിജയിക്കാനാകും എന്ന് തന്നെയാണ് UDF-ന്റെ കണക്കൂട്ടൽ. മഞ്ചേശ്വരമാണ് വളരെ വളരെ വാശിയേറിയ മത്സരം നടന്ന മണ്ഡലം. മാത്രമല്ല അഭിമാന പോരാട്ടം നടന്ന മണ്ഡലം. അവിടെ AKM അഷ്റഫ് തന്നെ വിജയിക്കുമെന്നാണ് കണക്കൂട്ടൽ ഈ UDF-നുള്ളത്. നമുക്കറിയാം നേരത്തെ ചെറിയ ഭൂരിപക്ഷത്തിലാണ്, 1000-ന് താഴെയാണ് കഴിഞ്ഞ തവണ. അതിനു മുമ്പ് 89 വോട്ടുകൾക്കാണ് സുരേന്ദ്രൻ അവിടെ പരാജയപ്പെട്ടത്. അങ്ങനെയുള്ള ഒരു മണ്ഡലമാണ്. SDPI-യുടെ നിലപാട്, PDP-യുടെ നിലപാട്, അതോടൊപ്പം ഡീൽ ആരോപണം, ഇങ്ങനെ വലിയ തോതിൽ ചർച്ച ചെയ്ത ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇത്തവണ നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് UDF-ന്റെ പ്രതീക്ഷ. അഭിലാഷ്. യെസ്, ഈ നിലയിൽ ആണ് UDF മണ്ഡലത്തിൽ നിന്ന് അല്ലെങ്കിൽ ജില്ലയിൽ നിന്ന് വലിയ പ്രതികരണം ഉണ്ടാകും എന്ന് കണക്കാക്കിയാണ്. തീർച്ചയായും കാസർഗോഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് NDAയുടെ കണക്കുകൾ കൂടി പരിശോധിച്ച് പോകേണ്ടതുണ്ട്. അവിടെ പ്രേക്ഷകരോട് എടുത്തു പറയാനുള്ളത് ഈ സൂചിപ്പിച്ചതുപോലെ, അതായത് അഷ്റഫ് ജയിക്കുന്നത് നിസ്സാരമായ വോട്ടിനാണ് എന്നതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരവും അതോടൊപ്പം തന്നെ കാസർഗോഡും ഈ 2 മണ്ഡലങ്ങളിൽ ആണ് BJP കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്നതാണ് പ്രേക്ഷകരോട് സൂചിപ്പിക്കേണ്ടതായി വരുന്നത്. അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, അതായത് ബൈജു ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഈ കാസർഗോഡ് മണ്ഡലം, അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം. അതിൽ ബൈജു, ഈ മഞ്ചേശ്വരം ശരിയാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് വരുന്ന സ്ഥലമാണ്. 100-ൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ NDA പരാജയപ്പെട്ടിട്ടുണ്ട്. പിന്നീട് 1000-ൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അവിടെ വീണ്ടും സുരേന്ദ്രനെ പോലെയുള്ള ഒരാൾ മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ സാധ്യതകൾ പലതാണ്. പക്ഷേ അതോടൊപ്പം SDP-യുടെ സ്ഥാനാർത്ഥിയെ നിർത്തുകയും പിന്നീട് അത് പിൻവലിച്ചു എന്നത്
UDF-നും ആശ്വാസമാകുന്നുണ്ട്. എങ്ങനെയാണ് ഈ കാസർഗോഡും ചിത്രത്തിലേക്ക് വരുന്നത്? അഭിലാഷേ, കാസർഗോഡ് വളരെ രസകരമാണ് കാര്യം. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം സ്ഥാനത്ത് എന്നത് തർക്കമില്ല. പക്ഷേ അപ്പോഴും അവിടെ 10,000-നും 15,000-നും ഒക്കെ വ്യത്യാസം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഇത്തവണ LDF സ്ഥാനാർത്ഥി, കരുത്തരായ LDF സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷാനാസ് പാദൂർ, അത് CPIM തന്നെ കണക്കുകൂട്ടുന്നുണ്ട്. വോട്ട് ചോർച്ച കാസർഗോഡ് ഉണ്ടാകില്ല, അതോടൊപ്പം സ്ഥാനാർത്ഥി വോട്ട് ശതമാനം ഉയർത്തും. അതായത് 40,000-ന് മുകളിൽ വോട്ട് ഉയർത്തുമെന്നാണ്, വോട്ട് നേടുമെന്നാണ് CPIM-ന് തന്നെ കണക്കൂട്ടൽ. അത് ഈ സാധാരണ LDF-ന്റെ വോട്ടുകൾ കാസർഗോഡായാലും അത് മഞ്ചേശ്വരത്തമായാലും ഈ UDF-നാണ് സാധാരണ അത് പോകാറുള്ളത്. കാരണം BJP ജയിച്ചു വരുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു സാധ്യത സാധാരണ ഉണ്ടാകാറുണ്ട്. പക്ഷേ കാസർഗോഡ് ഇത്തവണ അങ്ങനെയല്ല സ്ഥിതി. കൂടുതൽ ഈ CPIM വോട്ട് കൂടുതൽ പിടിക്കുന്നതോടുകൂടി അത് BJPക്കായിരിക്കും ഗുണം ചെയ്യുക എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൂരിപക്ഷം കുറയുമെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവർ നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ BJP പറയുന്നത് അവകാശവാദങ്ങൾ അങ്ങനെയല്ല. ഇത്തവണ ഈ ഒരു സ്ഥാനാർത്ഥി കൃത്യമായി, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി കൃത്യമായി വോട്ടുകൾ പിടിച്ചാൽ BJP ജയിക്കുമെന്നാണ് അവർ സാധാരണ പറയാറുള്ളത്. അത് തന്നെയാണ് ഇത്തവണ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതും. ഷാനാസ് പാദൂർ വോട്ട് കൂടുതൽ പിടിച്ചിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല, കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ഒരു ത്രികോണ മത്സരമായിരുന്നു ഇത്തവണ കാസർഗോഡ്. സാധാരണ LDF ചിത്രത്തിൽ അങ്ങനെ ഉണ്ടാകാറില്ല. INL-ന് കൊടുക്കുന്ന സീറ്റാണ്. മൂന്നാം സ്ഥാനത്താണ്. രണ്ട് മുന്നണികൾ, അതായത് UDF-ഉം BJP-യും നേർക്കുനേർ മത്സരമാണ് സാധാരണയൊക്കെ നടക്കാറുള്ളത്. ഇത്തവണ അത് ത്രികോണ മത്സരമായി വന്നതോടുകൂടിയാണ് അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചു പുലർത്താൻ ഈ BJP-ക്ക് സാധിക്കുന്നത്. പക്ഷേ അത് UDF പാടെ തള്ളുകയാണ്. ഭൂരിപക്ഷം കുറയുമെങ്കിലും ആ മണ്ഡലം, കാസർഗോഡ് മണ്ഡലത്തിൽ വിജയിക്കാനാകും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ K. സുരേന്ദ്രൻ 20 വർഷമായി മഞ്ചേശ്വരത്ത് തുടർച്ചയായി മാറി നിയമസഭ, പാർലമെന്റ് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. അങ്ങനെ സുപരിചിതനാണ്. ഇത്തവണ തനിക്ക് വിജയിക്കാനാകുമെന്ന വലിയ പ്രതീക്ഷയാണ് K. സുരേന്ദ്രനുള്ളത്. ഏതായാലും SIR-ആയി ബന്ധപ്പെട്ട ഭേദഗതിയൊക്കെ ഉണ്ട്, മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഏത് രീതിയിലാണ് ഇത്തവണ പ്രതിഫലിക്കുക, ഏത് മുന്നണിയാണ് തുണയ്ക്കുക? ഭൂരിപക്ഷം കാസർഗോഡും മഞ്ചേശ്വരവും മറ്റൊരു എടുത്തു പറയേണ്ടത് 80% പോളിംഗ് ശതമാനം ഉണ്ട് എന്നതാണ്. ഇത്തവണ ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഈ രണ്ട് മണ്ഡലങ്ങളുള്ളത്. ഈ ഒരു പോളിംഗ് ശതമാനം ആരെ തുണയ്ക്കും എന്ന ചോദ്യമൊക്കെ ഉണ്ട്. കണക്കുകൂട്ടലിലൊക്കെ ഇതിലും കൃത്യമായ ഒരു ഉത്തരം ഇതിൽ ഒരു മുന്നണിക്കും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അത് ഏതായാലും ഈ പുതിയ വോട്ടർമാരും കന്നി വോട്ടർമാരും ഈ പോളിംഗ് ശതമാനം ഉയർന്നതും SIR-ഉം ഇത്തരം കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഗുണം ചെയ്തത്, ആർക്കാ ഗുണം ചെയ്തതെന്ന് വോട്ട് എണ്ണിയാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. സാധാരണ ഒരു പ്രവചനം ഈ രണ്ട് മണ്ഡലങ്ങളിലും അസാധ്യമായിരിക്കുന്നു. അത്രത്തോളം കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വാശിയേറിയ പോരാട്ടം നടന്ന രണ്ട് മണ്ഡലങ്ങളാണ് കാസർഗോഡും മഞ്ചേശ്വരവും. അഭിലാഷ്. യെസ്, തീർച്ചയായും കാസർഗോഡ് അതിർത്തി ജില്ല കൂടിയാണ്. അവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളം 4 സീറ്റുകളിൽ മേൽക്കൈ നേടാൻ സാധിക്കും. 4 സീറ്റുകളിൽ വിജയം ഉറപ്പിക്കുകയാണ് UDF. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് ആണ് അവരുടെ പ്രതീക്ഷ. മഞ്ചേശ്വരം, കാസർഗോഡും വലിയ പ്രതീക്ഷയർപ്പിക്കുന്നു NDA. അങ്ങനെ 3 മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലും സാഹചര്യത്തിലും നിന്നുകൊണ്ട് നിരീക്ഷിക്കുമ്പോൾ കാസർഗോഡത്തെ വിജയങ്ങൾ ഏറെ നിർണായകമായി മാറും. അവിടുത്തെ രാഷ്ട്രീയ കണക്ക് കൂട്ടലുകൾ, അതായത് വോട്ടെടുപ്പിന് ശേഷമുള്ള കണക്ക് കൂട്ടലുകൾ ഓരോ പാർട്ടിയും ആഭ്യന്തരമായി നടത്തിയിട്ടുണ്ട്. ആ കണക്ക് കൂട്ടലുകളുടെ വിശദാംശങ്ങൾ ആണ് ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.